ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു homelymealcourt. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ്. കൈ നനയാതെ നൂലപ്പത്തിനുള്ള മാവ് കുഴച്ച് നല്ല സോഫ്റ്റ് നൂലപ്പം എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നമുക്കൊന്ന് കാണാം. കൂടെ തന്നെ ഒരു സിമ്പിൾ എഗ് റോസ്റ്റ് കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് മുട്ടയൊന്ന് പുഴുങ്ങിയെടുക്കാം. മുട്ടയുടെ മേലെ നിൽക്കത്തക്ക വിധം വെള്ളം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് ഒരു 6-7 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് വേവിച്ചെടുക്കാം. അതേസമയം തന്നെ മറ്റൊരു സ്റ്റവിൽ നമുക്ക് മാവ് കുഴച്ചെടുക്കാം. 1 കപ്പ് പൊടിക്ക് 1.5 കപ്പ് അളവിലാണ് വെള്ളം വെക്കേണ്ടത്. 2 കപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലായിട്ട് 3 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പുകൂടി ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം. 2 കപ്പ് അരിപ്പൊടി, വളരെ നൈസായിട്ടുള്ള തരിയില്ലാത്ത പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഈ പൊടി ചേർത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് നന്നായി ഇളക്കി വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. ഈ ഒരു പാകമായാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മൂടി വെച്ച് 10 മിനിറ്റത്തേക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. 10 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് ഇത് നേരിട്ട് തന്നെ നമുക്ക് സേവനാഴിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഇഡ്ഡലിത്തട്ടിൽ കുറച്ച് എണ്ണ പെട്ടെന്നൊന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് തേച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഇട്ട് ഒരു 10-12 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. അതേസമയം കൊണ്ട് തന്നെ എഗ് റോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് വളരെ കനം കുറഞ്ഞരിഞ്ഞ 3 സവാള, കൂടെ തന്നെ കുറച്ച് കരിവേപ്പില, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കളറൊന്ന് മാറി കിട്ടും വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു കളറാകുമ്പോൾ ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായി അരിഞ്ഞതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഇപ്പോൾ നന്നായിട്ട് വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കറിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി എടുത്തത്. സാധാരണ മുളക് പൊടിയാണെങ്കിൽ 1 ടീസ്പൂൺ താഴെ മതിയാവും. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. 2 മിനിറ്റ് ഇതൊന്ന് നന്നായി വഴറ്റിയതിന് ശേഷം ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇത് തിളച്ചതിന് ശേഷം പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട സൈഡൊന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് 2 മിനിറ്റ് നമുക്കൊന്ന് മൂടി വയ്ക്കാം മീഡിയം ഫ്ലെയിമിൽ. 2 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എഗ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എഗ് റോസ്റ്റ് റെഡിയായ സമയം കൊണ്ട് തന്നെ നമ്മുടെ നൂലപ്പവും വെന്ത് റെഡിയായി വന്നിട്ടുണ്ടാവും. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതാ കണ്ടില്ലേ, ഒരു 12 മിനിറ്റ് കൊണ്ട് തന്നെ നൂലപ്പം ആവശ്യത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് സെർവ് ചെയ്യാനായിട്ട് റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ സിമ്പിൾ റെസിപ്പീസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. അതുവരെ ബൈ, താങ്ക് യു.